ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും ഇനി ഒരു ദിവസം മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബിഗ് ബോസിലെ ഗ്രാൻഡ് ഫിനാലെ ഇങ്ങ് എത്തുകയാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഷോർട്സ് കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ എൻ്റെ ഇപ്പോഴത്തെ ഷോർട്ടിൻ്റെ ആ ഇഷ്യൂ അങ്ങ് മാറിക്കിട്ടുന്നതായിരിക്കും. അതേ കണക്ക് തന്നെ എല്ലാവരും ഈ നിങ്ങൾ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരായാലും, എവിക്റ്റായി പോയവരായാലും ആരായാലും ഇപ്പോഴുള്ളവരുടെ ആയാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതേ കണക്ക് തന്നെ ഈ ചാനൽ ഷോർട്ട് വീഡിയോസും ബിഗ് ബോസ് റിലേറ്റഡായ റിയാക്ഷൻ വീഡിയോസും ആണ് വരുന്നത്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ വോട്ടിംഗ് റിസൾട്ടിലൂടെ നമുക്ക് കടക്കാം. എന്തായാലും ഒന്നാം പൊസിഷനിൽ ആരൊക്കെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് 1,95,605 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒന്നാം സ്ഥാനത്ത്. അനീഷിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കപ്പെടുക്കുമോ കപ്പെടുക്കില്ലേ എന്നുള്ള ജുഡീഷ്യൽ ഘട്ടത്തിലാണ് അനീഷിൻ്റെ വോട്ടിൻ്റെ കാര്യം. തൊട്ടുപുറകെ രണ്ടാം സ്ഥാനത്ത് ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അനുമോളും വിജയത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. 1,93,400 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രണ്ടാം പൊസിഷനിലാണ് അനിമോൾ. നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനിമോൾ. ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമുള്ള അനീഷും അനിമോളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടുപുറകെ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഷാനവാസാണ്. 1,87,90 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഷാനവാസ്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ്. ഇന്നത്തെ 12 മണിയോടെ വോട്ടിംഗ് അവസാനിക്കുകയാണ്. തൊട്ടുപുറകെ നാലാം സ്ഥാനത്ത് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ച് അക്ബർ. 1,08,005 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നാലാം സ്ഥാനത്താണ് അക്ബറും നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. തൊട്ടുപുറകെ അഞ്ചാം സ്ഥാനത്ത് നെവിൻ. 1,48,90 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അഞ്ചാം സ്ഥാനത്ത് നെവിൻ അഞ്ചാം സ്ഥാനത്തും. തൊട്ടുപുറകെ ആറാം സ്ഥാനമുള്ള ആളാണ് ഇന്ന് എവിക്റ്റായി പോണത്. ആരാണെന്ന് വെച്ചാൽ നോറ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ച വയ്ക്കാത്തൊരു കണ്ടസ്റ്റൻ്റാണ്. അതെന്തായാലും കഴിഞ്ഞ ആഴ്ചയിലെ പ്രവൃത്തി കൊണ്ടാണ് വോട്ടെല്ലാം ഇടിയാനുള്ള കാരണം. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് വോട്ടിംഗ് റിസൾട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.